ഹലോ ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. പിന്നെ ഞാനിങ്ങനെ പുറത്തേക്കൂടെ ഇങ്ങനെ കയറി പോവുക. എവിടെ അറിയാം, മുരിങ്ങയില പറിക്കാനല്ല കാണിക്കുക നിങ്ങളെ. മുരിങ്ങയില നിറയെ ഉണ്ട് തന്നെ. മേലോട്ട് പോവുക. അപ്പം ഞാൻ അത്രയ്ക്ക് സ്ഥലമുള്ളൂ കേട്ടോ. താഴേന്ന് നട്ടതാണ്. അപ്പം എനിക്ക് ഇവിടുന്ന് സൗകര്യത്തിൽ പറിക്കാം. എനിക്കും പറിക്കാം, അപ്പുറത്തെ വീട്ടുകാർക്കും പറിക്കാം. പിന്നെ ഇതിപ്പോൾ കമ്പ് പൊട്ടിച്ചൊക്കെ ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. കരിമ്പൻ തോട്ടത്തിൽ ആന കയറിയാൽ മതി. ഇതെല്ലാം കൊത്തി എടുക്കണം. ഇനി 2 ദിവസം കൂടി കൈയ്യട്ട വെച്ചിട്ട് ഞാൻ ഇതിപ്പോൾ 2 ദിവസം മുന്നേ പറിച്ചു വെച്ചതാണ്. പറിച്ചു വെച്ച് ഉണക്കി നമ്മുടെ വീട്ടിലെ സിമ്പു വീട്ടിൽ ആര് ഏത് നായ വന്നു കഴിഞ്ഞാലും കണ്ട മുറ്റത്തെ കൂടെ ഒരു നായ പോകുമ്പോൾ അതിനെ കണ്ടിട്ട് കുരക്കുന്നുണ്ട. ഒരാക്കിയിൽ കൂടെ പോയിക്കൂടാ നമ്മുടെ സിമ്പു ഉണ്ടാകുമ്പോൾ. സിമ്പു എന്നിട്ട് ഇത് ആ മുരിങ്ങയില കഴുകി ചെറുങ്ങനെ ഇലയൊക്കെ എടുത്തിട്ട് ഒരു 3-4 ദിവസമായി ഞാനിങ്ങനെ ഉണക്കാൻ വെച്ചിട്ട് അകത്ത് ഒരു തുണി ഇട്ടിട്ട് ഉണക്കി വെച്ചതാണ്. ഇത് കുറേ ഉണ്ട് കേട്ടോ. എന്നിട്ട് പക്ഷെ പൊടിച്ചു കഴിഞ്ഞാൽ കുറച്ചേ കിട്ടുള്ളൂ. ഉണക്കി വെച്ച് അകത്ത് തണലത്ത് വെച്ചിട്ടാണ് ഇത് ഉണക്കേണ്ടത്. അതായത് മുറ്റത്ത് തണലുണ്ടെങ്കിൽ അവിടെ ഉണക്കാം. പക്ഷെ നമ്മളകത്താകുമ്പോൾ സേഫാന്നല്ല. പിന്നെ മേലെ വെയിലത്തൊന്നും കൊണ്ടുപോയി വെക്കാൻ പാടില്ല. കാരണം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറും പോവും, അതിൻ്റെ ഗുണങ്ങളും നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ അകത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തതാണ് ഈ സാധനം. ഉണ്ടല്ലേ, കമ്പലുണ്ടാവും. അതൊക്കെ നമ്മൾ പൊടിക്കുമ്പോൾ ഒന്നിക്ക് പൊടി ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഈ അരിപ്പില്ല നമ്മളെ ഫിൽറ്റർ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാനിത് ഇന്ന് പൊടിക്കാൻ പോകുന്നു. ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ഇതായിപ്പോൾ നമ്മളാക്കുമ്പോൾ ഇങ്ങനെ ആവും കേട്ടോ, പൊടിയും. ഓക്കെ, ഞാനിപ്പം മിക്സിയിലിട്ട് പൊടിക്കാൻ പോകുന്നു. ഇതിപ്പോൾ ഞാൻ മിക്സീൻ്റെ ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നിറച്ചും തന്നെ ഉണ്ട്. അത് ഒരിക്കൽ ഒന്ന് സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ താഴോട്ട് പോകും. ഓക്കെ, ആ മുരിങ്ങയിലില്ലേ ജാറിൽ ഞാൻ പൊടിച്ചതാണ് ഇത് കേട്ടോ. കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനിയും ഉണ്ട്, കുറേ പൊടിപ്പിക്കാനുണ്ട്. എല്ലാം ഞാൻ പൊടിക്കട്ടെ. പക്ഷെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല, അകത്തിട്ടിട്ട് ഉണക്കാൻ. പിന്നെ ഇത് കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ടേസ്റ്റാന്ന് വെച്ചിട്ടൊന്നും കഴിക്കണ്ട ആരും. ഇത് ഞാൻ കഴിക്കുന്നത് ചില ആൾക്കാർ ഭക്ഷണത്തിന് ചോറുണ്ണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് അങ്ങോട്ട് വിഴുങ്ങലാന്ന് പറയും. ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ദിവസം കുടിച്ചിന്, പിന്നെ മതിയാക്കിന് മുമ്പ്. ഇപ്പം നോക്കണം ഒന്നുകൂടി. വെള്ളം ആദ്യം ഇങ്ങനെ ഒഴിക്കും, വായിക്കുന്ന ഒരു നനവ് കിട്ടാൻ. എന്നിട്ട് ഇതൊരു സ്പൂണ് എടുത്തിട്ട് കുറച്ചായിട്ട് വെള്ളം കുടിക്കും, അങ്ങ് ഇറക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പ്രത്യേകം പറയാനുള്ളത്, ഇത് അകത്തുനിന്ന് ഉണക്കേണ്ടത്. പിന്നെ നല്ല ഈ ഇല നല്ല ഒച്ച വരും. കൈ കൊണ്ട് ഇങ്ങനെ അമർത്തുമ്പം നമുക്കറിയാലോ, ഒന്നിങ്ങനെ നക്കുമ്പം വരും പൊടിയുന്ന പോലെ. അപ്പം മാത്രമേ ഇത് പൊടിക്കാൻ പാടുള്ളൂ. അങ്ങനെ ജാറിൽ വെള്ളം പാടില്ല. ജാറൊക്കെ നീറ്റായിട്ട് വരുന്നുള്ളൂ. പുറത്ത് സൂര്യപ്രകാശത്തിന് വെച്ചിട്ട് വേണം ആ ജാറ് ഒന്ന് വെയിലുകൊണ്ട് ഉണങ്ങാൻ. എന്നിട്ട് വേണം ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട്. പൊടിച്ചിട്ട് ഇതാ കണ്ട പൊടിക്കുന്നത് നല്ല ഒരു പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല വെള്ളമില്ലാത്ത പാത്രത്തിലോട്ടാക്കും. എന്നിട്ട് ഒരു ബോട്ടിൽ ഞാൻ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയിട്ട് ഞാൻ അതിലോട്ട് ഇടും. ചൂട് ആറിയതിന് ശേഷം, പറയാൻ മറന്നു പോകുന്നു ചില കാര്യങ്ങളൊക്കെ, അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തോട്ടാ. പിന്നെ ചൂടാറണം ഈ പൊടീൻ്റെ. എന്നിട്ട് കഴിക്കുക. കുറേയൊന്നും കഴിക്കാൻ പാടില്ല. കുറച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കഴിക്കുക. ആരും നിർബന്ധിച്ച് കഴിപ്പിക്കണ്ട. ഒരു സംഗതി ചോറാണ് ഇത്. എല്ലാവരും പറയുന്നതൊക്കെ കടകളിലൊക്കെ വിൽക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ. നമ്മുടെ നാട്ടിൽ വെച്ചാൽ തമിഴ്നാട്ടിൽ വിൽക്കുന്നുണ്ട് കടകളിലെ. എന്നാൽ കണ്ട ഇത്ര എടുക്കുക, ആരും തിന്ന് നോക്കുക. ഇനി പിള്ളേരെല്ലാം പിടിച്ച് നിർബന്ധിച്ച് നിന്നിപ്പിക്കണ്ട കേട്ടോ. എനിക്ക് അധികം ഇഷ്ടമല്ല. ഇവിടെ ആരോടും പറയണ്ട. ഞാൻ കുറച്ച് പ്രായമില്ലല്ലോ, അപ്പോൾ അവരൊക്കെ പിള്ളേരല്ല. പിള്ളേർക്കൊക്കെ അതെങ്ങനെ കഴിക്കാന്ന് വെച്ചാൽ ചോറിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് ചിലവർ നെയ്യും കൂട്ടുന്നതാണ്. ആ ഒരു ഉരുളേനുള്ളിൽ വെച്ച് ഇറക്കിയാൽ മതി. ചവക്കൊന്നും വേണ്ടാന്നേ, നല്ല വെന്ത ചോറിലിട്ടാ. അപ്പം എന്നാൽ എല്ലാവരും ഒന്ന് മുരിങ്ങയില ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം എന്ന് നിങ്ങളുടെ സ്വന്തം ചേച്ചി.